ട്രസ്റ്റ് മീ നമ്മളെല്ലാവരും ഒത്തിരി യൂസ് ചെയ്യുന്നൊരു ടേമാണ്. പ്രത്യേകിച്ച് ഒരു പിതാവ് എന്ന രീതിയിൽ ഞാനും, അല്ലെങ്കിൽ നമ്മൾ പേരൻസ്, അല്ലെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ പാർട്ടായിട്ട്, അല്ലെങ്കിൽ ഒരു ബോസായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരുടെ ഇടയ്ക്ക്, ഇതൊക്കെ നമ്മൾ ഏറ്റവും ഒത്തിരി യൂസ് ചെയ്യുന്നൊരു എന്നെ വിശ്വസിക്കുക എന്ന് പറയുന്നത്. പക്ഷേ ഞാൻ അടുത്തിടയ്ക്ക് 2 ദിവസം മുമ്പ് ഒരു വീഡിയോ കാണാനിടയായി ഈ ട്രസ്റ്റിനെ കുറിച്ചുള്ള. അതെന്നെ മൊത്തത്തിൽ ഈ ട്രസ്റ്റ് എന്നുള്ള വാക്ക് എങ്ങനെയാണ്, അല്ലെങ്കിൽ ട്രസ്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ള എൻ്റെ ചിന്താഗതി മൊത്തത്തിൽ മാറ്റിമറിച്ചു. ഞാൻ വിശ്വസിച്ചുകൊണ്ടിരുന്നത് ട്രസ്റ്റ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എൻ്റെ പൊസിഷൻ ഒരു പിതാവ് എന്നുള്ള രീതിയിലും, ഭർത്താവ് എന്ന രീതിയിലും, കൂട്ടുകാരൻ എന്ന രീതിയിലും, അല്ലെങ്കിൽ ഒരു ഓൺട്രപ്രണർ എന്ന രീതിയിൽ, ഇപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരും എൻ്റെ എംപ്ലോയീസും ഇതെല്ലാവരും ആ പൊസിഷൻ ആണ് ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നാണ്. പക്ഷേ അല്ല, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളാണ് ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ മക്കളിൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ആരിലും ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യണം. ചെറിയ ചെറിയ കാര്യങ്ങൾ, ഇപ്പോൾ നമ്മുടെ മക്കളുടെ കൂടെ ഇരിക്കുന്നത്, അവരുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുക, ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള സമയങ്ങളിൽ അവരുടെ അടുത്തുണ്ടാവുക, അവരെ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുക. ഒരു കുടുംബം എന്നുള്ള രീതിയിലാണെങ്കിൽ സെയിം കാര്യങ്ങൾ തന്നെ. അങ്ങനെ ഓരോ കാര്യങ്ങളിലും ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആ എന്നെക്കുറിച്ച്, ഇപ്പോൾ വേറൊരാൾക്ക് എന്നെക്കുറിച്ചുള്ള ട്രസ്റ്റ് പതുക്കെ 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 ഇൻക്രീസ് ആവും. അങ്ങനെ ഇൻക്രീസ് ആയിട്ടാണ് ട്രസ്റ്റ് കംപ്ലീറ്റ് ആവത്തുള്ളൂ. നമ്മൾ ട്രസ്റ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. മനുഷ്യരെല്ലാവരും അങ്ങനെയാണ്. ബ്ലൈൻഡായിട്ട് ആരും ആരെയും ട്രസ്റ്റ് ചെയ്യത്തില്ല. ദാറ്റ് ഈസ് നോർമൽ. സോ നിങ്ങൾ ഒരു ബോസാണ് എങ്കിൽ, നിങ്ങളല്ലെങ്കിൽ ഒരു ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ, നിങ്ങൾ എപ്പോഴെങ്കിലും ചിലപ്പോൾ ട്രൈ ചെയ്തിട്ടുണ്ടാവും എപ്പോഴെങ്കിലും ട്രസ്റ്റ് മീ എന്ന് പറയുമ്പോഴത്തേക്കും ആരും ട്രസ്റ്റ് ചെയ്യാത്ത രീതിയിൽ, അല്ലെങ്കിൽ പേടിച്ചിട്ട് നിങ്ങൾ പറയുന്നത് ചെയ്യുന്നു, പക്ഷേ ദേ ഡോണ്ട് ട്രസ്റ്റ് യു. അതിൻ്റെ കാരണം നിങ്ങൾ ചിലപ്പോൾ ആ എംപ്ലോയീസായിട്ട് കുറച്ചുകൂടെ ഡീപ്ലി കണക്റ്റഡ് ആവാത്തതുകൊണ്ടായിരിക്കാം. സോ മേ ബി ആസ് എ ഫാമിലി ആയിട്ടോ, അല്ലെങ്കിൽ ഒരു ഓഫീസിൻ്റെ പാർട്ടായിട്ടോ ഒരു ആളാണ് നിങ്ങളാണെങ്കിൽ, മേ ബി സ്പെൻഡ് സം ടൈം വിത്ത് യുവർ ഫാമിലി മെമ്പേഴ്സ്. അവരുടെ കൂടെ, എംപ്ലോയീസിൻ്റെ കൂടെ ആണെങ്കിലും, ആരുടെ കൂടെ ആണെങ്കിലും, കൊളീഗ്സിൻ്റെ കൂടെയാണെങ്കിലും, ഫ്രണ്ട്സിൻ്റെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുക. ഷോ ദെം യു ക്യാൻ ബി ട്രസ്റ്റഡ്. ഷോ ദെം യു കെയർ ഫോർ ദെം. അങ്ങനെയാണ് ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ചെയ്തിട്ട് ഒരു വലിയ ചേഞ്ചോ, ഒരു വെരി സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ഒക്കേഷൻ എത്തുമ്പോൾ ട്രസ്റ്റ് മീ എന്ന് പറയുമ്പോൾ ദേ വിൽ ട്രസ്റ്റ് യു. എന്നെ അത് ശരിക്കും മാറ്റിമറിച്ചുള്ളൂ ഞാൻ എങ്ങനെയാണ് ചിന്തിക്കുന്നതെന്നുള്ളത്. സോ ഐ എം ട്രൈങ് മൈ ബെസ്റ്റ്. വാട്ട് അബൌട്ട് യു? നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അടിപൊളി, ഇല്ലെങ്കിൽ മേ ബി ടൈം ടു ചേഞ്ച്. ലെറ്റ് മീ നോ വാട്ട് യു തിങ്ക്.